പുതിയ ഇൻവെൻഷൻ കേട്ടോ, മത്തി കറി കിടന്നു വെന്ത കപ്പക്കെട്ട്. അത് തന്നെ കപ്പക്കെട്ട്. ഹലോ യൂട്യൂബ്, അപ്പോൾ ടൂക്കറ്റാറിൻ്റെ മറ്റൊരു എപ്പിസോഡ് എല്ലാവർക്കും സാധനം കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കപ്പക്കെട്ടും മത്തിക്കറിയും. അതാണ് സംഭവം. നമ്മൾ 2 കിലോ കപ്പ എടുത്തിട്ടുണ്ട്, 1.5 കിലോ മത്തി, പിന്നെ മത്തി കറിക്ക് വേണ്ട സാധനങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. മത്തി കറിക്കുള്ള സാധനങ്ങളാണ് ഇത് വെച്ചിരിക്കുന്നത്. മത്തി ക്ലീൻ ചെയ്തത്, ഇത് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി അരിഞ്ഞത്, പച്ചമുളക് ദേ ഇങ്ങനെ പൊട്ടിച്ചതാണ്, അരിഞ്ഞതല്ല. പിന്നെ കരിയാപ്പില, കുടംപുളി, ഉലുവ, കാശ്മീരി ചില്ലി പൗഡർ. ഇത്രയും സാധനമാണ് മത്തിക്കറിക്ക് വേണ്ട സാധനങ്ങൾ. സാധാരണ വീടുകളിലൊക്കെ മത്തിക്കറി വെക്കുമ്പോഴത്തേന് ഇതെല്ലാം ഒന്ന് ചതച്ച് വെച്ച് അതിൻ്റെ അകത്തേക്ക് പൗഡറൂടെ ഇട്ട് ചൂടുവെള്ളത്തിൽ കലക്കി ഒഴിക്കുകയല്ല ചെയ്യുന്നത്. ഞാൻ എൻ്റെ മത്തിക്കറി എന്ന് പറഞ്ഞാൽ വേറൊരു സ്റ്റൈലിലാണ്. ശ്രദ്ധിച്ച് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ വിചാരിക്കുന്നത് കപ്പയും മത്തിക്കറിയും നോർമൽ സാധനമല്ലെന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല. കപ്പയും മത്തിക്കറി ഇതൊരു വെറൈറ്റി ഉണ്ട്. നമ്മൾ ആ മീൻകറിക്കകത്തിട്ട് കപ്പയാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. അവസാനം ഇതിനകത്ത് നമ്മളൊരു പരീക്ഷണം നോക്കുന്നുണ്ട്. സക്സസ് ആകുവാണെങ്കിൽ അവസാനം ഒരു വെറൈറ്റി സാധനമായിരിക്കും. എന്നാൽ അതിൻ്റെ പേരും പറയാം കേട്ടോ. അപ്പം ചാനൽ കണ്ടാൽ മാത്രം പോരാ, എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നേരെ പോവുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ കൂടെ അമർത്തിയാണ്ടല്ലോ. അതിങ്ങനെ വന്നിട്ട് നമ്മുടെ അടുത്ത വീഡിയോ നിങ്ങളുടെ തൊട്ടെത്തും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ഇത് ഇന്ന് മൺചട്ടിയിൽ നമ്മൾ ഉണ്ടാക്കുന്ന മത്തിക്കറി. ചട്ടി വെച്ചു, നമുക്ക് ശാല എണ്ണ ഒഴിക്കാം. പിന്നെ കുറച്ച് മതി. അല്ലെങ്കിൽ മൺചട്ടിയിൽ ഉണ്ടാക്കുന്ന സാധനത്തിന് വേറെ ലെവൽ ടേസ്റ്റാണ്. മൺചട്ടിയിൽ വേണം മീൻകറിയും. ഇപ്പോൾ ആൾക്കാർക്ക് സമയമില്ലാത്തതിൻ്റെ പേരിലല്ലേ മൺചട്ടിയിലൊന്നും വെക്കാതിരിക്കുന്നത്. ഇൻഡാലിയത്തിൻ്റെ സ്റ്റീലിൻ്റെ ഒക്കെ പാത്രങ്ങളിൽ കുക്കറിലും ഒക്കെ ആക്കി വെക്കുന്നത്. മൺചട്ടി വെക്കുന്ന ഏത് ഭക്ഷണത്തിനും അതിൻ്റേതായ രുചി വ്യത്യാസമുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി. നമ്മളതിലേക്ക് ഒരു ശകല ഉലുവ ഇട്ടു. അതിലേക്ക് നമ്മളിത് ശകലം കരിയാപ്പില ഇട്ടു, വെളുത്തുള്ളി, ഇഞ്ചി. ഇത് മൂത്ത് വരുമ്പോൾ നല്ലൊരു മണം വരുമല്ലേ. ഇത് മൂക്കണ്ട. ഇത് ഇനിയിപ്പോൾ ഇത് ഗ്രേവി ആക്കാനുള്ളതല്ല. ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടാണെന്നുണ്ടെങ്കിൽ ആ ചാറിൻ്റെ അകത്ത് ഇതെല്ലാം കിടന്ന് ഈ പീസുകളൊന്നും കാണുമല്ലോ. ഇതെല്ലാം മെൽറ്റായി ആ ഗ്രേവി നല്ല തിക്കായിട്ടിരിക്കും. ആ ചാറ് ലൂസായിട്ട് വെള്ളം മാതിരി കിടക്കുമല്ല. ഇതെല്ലാം അതിൻ്റെ അകത്ത് മെൽറ്റായി പൊയ്ക്കോളും. ഇതിലേക്ക് ശകലം ചെറിയ ഉള്ളിയോടെ ഇതെല്ലാം അങ്ങ് ചതച്ചിട്ടാൽ മതി. ചതച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണ്ട. ഇത് ഞാൻ കൈ കൊണ്ട് അരിഞ്ഞതിൻ്റെ പേരിൽ പെട്ടെന്ന് അങ്ങ് വാടി ഒന്നോളും. അതിന് മാത്രം സമയമൊന്നും വേണ്ട. എന്നാലും നമ്മുടെ ആ ശൈലിയിൽ അങ്ങ് ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചു. അതിലേക്ക് ഞാൻ പച്ചമുളക് കൂടെ ഇട്ടേ. നിങ്ങൾ വിചാരിക്കും ഇതന്നെ ഇങ്ങനെയൊക്കെയുള്ള മീൻകറി. ഇതും ഒരു പ്രത്യേക ടൈപ്പ് മീൻകറിയാണ്. ഇനിയിപ്പോൾ നമുക്കതിൻ്റെ അകത്തേക്ക് ശകലം മഞ്ഞപ്പൊടി ഇട്ടു. കാശ്മീരി ചില്ലിയാണ് ഒരു കളറിന് വേണ്ടി ഇടുന്നത്. മതി. കുറച്ച് ഉപ്പൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പച്ചവെള്ളം ഒരു കാരണവശാലും ഒഴിക്കരുത്. ഏത് കറികളിലാണേലും എങ്ങനെ ഉണ്ടാക്കിയാലും പച്ചവെള്ളം ഒഴിച്ചുണ്ടാക്കാതിരിക്കുകയാണെങ്കിൽ അത്രയും നല്ല. ഇത് കണ്ടോ, ഇപ്പോൾ വെള്ളം അങ്ങ് ഒഴിച്ചു അന്നേരം തിളച്ച കണ്ടോ, ചൂടുവെള്ളമാണ് വെച്ചിരിക്കുന്നത്.
ഒന്ന് പുളി കഴുകി വാരി വെള്ളത്തിലിട്ടിരിക്കുന്നതാണ്. ആ പുളിയോടെ അങ്ങ് ഇടുവാണ്. പുളിയുടെ വെള്ളമോടെ നമുക്ക് ഒഴിക്കാം. കഴുകി വാരിയിട്ടതാണ്, അതിൽ ഇറങ്ങിയ വെള്ളമാണത്. അപ്പം നമ്മുടെ മത്തിയുടെ മസാല സ്വല്പം നേരം അതൊന്ന് തിളച്ചോട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് മത്തി ഇടാം. മത്തിക്ക് അധികം വേവില്ലല്ലോ. ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് ഈ ചാറിലേക്ക് ഇട്ട് കഴിയുമ്പോഴത്തേനും മത്തി വെന്തോളും. നല്ല ചൂട് കയറിയാൽ മതി. ഒത്തിരി മത്തിയൊന്നും വേവിക്കാൻ പാടില്ല. പെട്ടെന്ന് വേകുന്നൊരു മത്സ്യമാണ്. മത്തി ഇട്ടിട്ടില്ല. മത്തിക്കറിയുടെ ചാറ് കംപ്ലീറ്റ് റെഡിയാക്കി വെച്ചിരിക്കുക. ഇവനെ ഇനി ഇറക്കി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കപ്പയോടെ വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും കപ്പയും മത്തിയും എല്ലാം കൂടെ കൂടി ഒരൊറ്റ സെറ്റപ്പിലങ്ങാക്കി വേറൊരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാനായിട്ടുള്ള പ്ലാനില്ല. അതുകൊണ്ട് ഞാനിത് നേരെ താഴേക്കൊന്ന് ഇറക്കി വെക്കാൻ പോവാം. വേകാനുള്ള വെള്ളമാണേ. അപ്പോൾ ഈ കപ്പ ഇങ്ങനെ അതിനുള്ള സൈസ് അനുസരിച്ചുള്ള കപ്പ എടുത്തിരിക്കുന്ന ഒരു മീഡിയം ടൈപ്പ് ചെറിയ കിഴങ്ങ് നോക്കി. അപ്പോൾ ഇത് മുറിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. മുഴുവത്തോടെ നമ്മൾ പൊളിച്ചെടുക്കാനായിട്ട് പോവാം. മുറിക്കുന്ന ഇടപാടേ ഇല്ല. മുഴുവത്തോടെ പൊളിച്ച് നമുക്ക് ആ കഴുകിയ കപ്പയുണ്ടല്ലോ, അത് ഈ വെള്ളത്തിനകത്തോട്ട് ഇട്ടിട്ട് നമുക്കങ്ങ് തിളപ്പിക്കാം. തിളച്ചങ്ങ് വെന്ത് വരുമ്പോഴേക്കുണ്ടല്ലോ നമുക്ക് അടുത്ത പരിപാടി അന്നേരത്തേക്ക് സെറ്റാക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കപ്പക്കെട്ടാണ് കേട്ടോ. അതായത് കപ്പക്കെട്ടിന് വേണ്ടി നമ്മൾ ഇത് ഓൾമോസ്റ്റ് കുക്ക്ഡ്, ഹാഫ് കുക്ക്ഡായ, ഹാഫ് അല്ല, ഓൾമോസ്റ്റ് കുക്കായി കഴിഞ്ഞാൽ കപ്പയാണ്. എന്നാൽ കുറച്ചും കൂടെ വേകാനുണ്ട്. ഇതേ കപ്പയിൽ നമ്മളിത് ഇതേപോലെ ഓൾമോസ്റ്റ് 3 എണ്ണം ഒരു സെയിം ലെവലിൽ നിൽക്കാവുന്ന രീതിയിൽ നമ്മൾ കത്തി വെച്ചൊരു വരയിട്ടിട്ടുണ്ട്. നമ്മളിനി ഇവിടെ ഇതുണ്ടോ, നമ്മുടെ നാച്ചുറലായിട്ടുള്ള വാഴയുടെ വള്ളിയാണ്. വാഴയുടെ വള്ളി വെച്ച് നമ്മളിതങ്ങ് കിട്ടും. ഇങ്ങനെ കഷ്ടപ്പെട്ട് കെട്ടാൻ വേറൊരു കാരണമുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും കപ്പയും മീൻകറിയും എല്ലാം നമ്മളെല്ലാവരും കഴിക്കാറുള്ളതാണ്. പക്ഷേ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കപ്പ ഉണ്ടല്ലോ, ഇതിൻ്റെ ബാക്കിയുള്ള ഈ സെക്കൻഡറി വേവ് എന്ന് പറയുന്നത് മൊത്തം നമ്മൾ മീൻകറിക്കകത്തിട്ട് വേവിക്കും. അപ്പം അത് നമ്മളങ്ങനെ ആരും ട്രൈ ചെയ്തിട്ടില്ലാത്തൊരു കാര്യമാണ്. അതിൻ്റെ ഇടയിലാണ് നമ്മളിതിന് കപ്പ കെട്ടെന്നൊരു പേരിട്ടേക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ കപ്പക്കെട്ട്. നമ്മുടെ മീനിൻ്റെ മസാലയെല്ലാം റെഡിയാക്കി നേരത്തെ വെച്ചിരിക്കുന്ന കണ്ടായിരുന്നല്ലോ. ഇതിലേക്ക് നമ്മൾ ഈ മത്തി ആഡ് ചെയ്യാൻ പോവാം. ഒത്തിരി ചാറൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാലേ അത് ശരിയാവില്ല. മത്തി ആ മത്തിക്കുള്ള കറക്റ്റ് കണക്കിനുള്ള ചാറേ ഉള്ളൂ. ഇതിലേക്ക്
നമ്മൾ കപ്പക്കെട്ടിൻ്റെ കപ്പയുടെ ഈ മീൻകറിയിലേക്ക് വെക്കുവാണ്. കപ്പയും മീൻകറിയും കൂടി ഇപ്പോൾ ഒരുമിച്ചിരുന്ന് വേവുകയാണ്. കപ്പ ആ കുക്കിങ്ങാണേ, ബാക്കിയുള്ള കുക്കിങ് ഇതിൻ്റെ അകത്തുനിന്ന് ആ കപ്പയ്ക്കൊരു ഇതായിട്ട് വരാൻ വേണ്ടിയിട്ട് ആ മീനിൻ്റെ ചാറ് കൂടെ കപ്പയുടെ മുകളിലേക്ക് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ശരിക്കും മൂടി വെക്കാം. എന്താ പറയണം? അപ്പോൾ എൻ്റെ മോനെ ഇങ്ങനെ സാധനം കണ്ടിട്ടുണ്ട് ഇതുവരെ. ഇത് കാണേണ്ട സാധനം തന്നെയാണ് അല്ലേ? പിന്നെ ഗൈസ് കണ്ടോ, അതെ നമ്മുടെ കപ്പ കെട്ട് മീൻ മത്തി കറിക്കകത്ത് കിടക്കുന്ന കിടപ്പ് കണ്ടോ നിങ്ങൾ? ഇത് ഒന്നൊന്നര വെറൈറ്റി ആകുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കണ്ടില്ല, ഇതേ അതിലേക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കി അങ്ങ് തിളച്ച് കയറി അങ്ങ് വന്നു കഴിയുമ്പോഴത്തേന് ആ കപ്പ ഇതും എല്ലാം കൂടെ കൂടിയുണ്ടല്ലോ, നല്ല സെറ്റപ്പിലല്ലേ കാണണമെന്ന് നോക്കിയേ. അതേപോലെ ഇതുണ്ടോ കപ്പ കെട്ട്, അതേപോലുള്ള വെറൈറ്റി വീഡിയോസൊക്കെ കാണണമെങ്കിൽ ഉണ്ടല്ലോ ആ 2K പോയി സബ്സ്ക്രൈബ് ചെയ്തേരും. മറക്കണ്ട കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഗൈസ് ഇതേ നമ്മുടെ കപ്പക്കെട്ട് സംഭവം സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വാഴയിലോട്ട് അങ്ങ് പാടാം കേട്ടോ. എല്ലാം കണ്ടല്ലോ. നമ്മുടെ കറി കപ്പക്കെട്ടും കറി ഓക്കെ ആയിട്ടുണ്ട്. സ്റ്റൗവിൽ നിന്ന് മാറ്റി എടുത്തു വെച്ചു. അപ്പം ഇത് കപ്പക്കെട്ട് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. നേരെ വെച്ച് അതിലേക്ക് നമ്മുടെ റെഡിയായ മത്തിക്കറി നമ്മളതിലേക്ക് ഒഴിക്കുകയാണ്. കപ്പക്കെട്ടിൻ്റെ മുകളിലേക്ക് വീട്ടെ കൊണ്ടു. നമ്മുടെ കപ്പക്കെട്ട് റെഡി ആയിട്ടുണ്ട്. കപ്പക്കെട്ടും മത്തി കറിയും കേട്ടോ. മത്തി നമ്മൾ പീസാക്കിയിട്ടില്ല, മത്തി നമ്മൾ നേരെ തന്നെ ആയിട്ടേക്കുന്നത്. കപ്പ നിങ്ങൾക്ക് എങ്ങനെയായിട്ട് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ അതായത് നമുക്ക് ആ കപ്പക്കെട്ട് ഒന്ന് എടുത്ത് നോക്കാം. നല്ല ചൂടാണ്, ആവിയൊക്കെ പറയുന്നുണ്ടോ കണ്ടോ കപ്പക്കെട്ട്? ഇതാണ് 2K ട്രാവലറിൻ്റെ പുതിയ ഇൻവെൻഷൻ കേട്ടോ. മത്തിക്കറി കിടന്നു വെന്ത കപ്പക്കെട്ട്. അത് തന്നെ കപ്പക്കെട്ട്. അപ്പോൾ നിങ്ങൾ താഴെ വെച്ചിട്ട് തിന്നു കാണിക്കുക. അതിന് നല്ല വെയിറ്റ് ഉണ്ട്, കയ്യും ഭയങ്കര ചൂടുവാ. കേട്ടെ നിന്നോട്ടെ ഇല്ലേ, കഴിക്കാൻ പറ്റുന്നില്ല, കൂടെ നിന്നോട്ടെ. എന്നിട്ട് എന്താ ഇത് നന്നായിട്ട് വെന്തിരിക്കാണ്ടോ, എല്ലാം നല്ല വെന്ത് ഭംഗിയായിട്ടിരിക്കുക. അമ്മക്ക് എങ്ങനെയാണ് കഴിക്കണമെന്ന് കണ്ടോണേ. ആരോടാ ഉണ്ടാക്കിയ ഓരോ മത്തിയും കൂടെ
ഇതോ ചെറുതൂടി ഉണ്ടായിരുന്ന ഫസ്റ്റായിരുന്നു. ഇപ്പോൾ എല്ലാവരും നമ്മുടെ കപ്പക്കെട്ട് ഉണ്ടാക്കുന്ന രീതികളും എല്ലാം കണ്ടു. ഞങ്ങൾ കഴിച്ചു നോക്കി, നിങ്ങളെല്ലാം കംപ്ലീറ്റ് കാണിച്ചു. ഇനി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ എല്ലാവരും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.